ലൈവിൽ അനുമോളെ ഉപദേശിക്കുകയാണ് കേട്ടോ അനീഷ് പറയുന്നത് ആദിലെടുത്ത് നൂറെടുത്ത് വഴക്കൊക്കെ മാറ്റി പണ്ടത്തെ പോലെ ആവാൻ. ഇപ്പോൾ 90 ദിവസത്തോളം ആവാറായി, 89 ദിവസം നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ? ഈ ഒരു ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് 90 ദിവസത്തെ ഫ്രണ്ട്ഷിപ്പ് എന്തിനാ വെറുതെ കൊണ്ടുപോയി കളയുന്നതെന്ന് അതിന് തക്ക മറുപടിയും അനുമോളുടെ കയ്യിലുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇതിൽ തെറ്റുകാരാരാണ്? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പസമയം മുമ്പ് അനുമോളും അനീഷും തമ്മിൽ മേക്കപ്പ് റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷാണ് അനുമോളടുത്ത് പോയി സംസാരിക്കുന്നത്. അനീഷിന് കുറച്ച് കാര്യങ്ങൾ അനുമോളോട് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഭയങ്കര ഡെസ്പായിരുന്നു, ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞു, ആ ദിവസം കഴിഞ്ഞു. ഇതൊരു പുതിയ ദിവസമാണ്. എല്ലാം മറന്ന് നല്ല സൗഹൃദം ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അതായത് ആദിലെടുത്തും നൂറെടുത്തും കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞതും ചെയ്തതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതൊക്കെ മറന്നേക്ക്. ഇന്നലെ പോയി മിണ്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ ഇന്ന് അനുമോള് പോയി മിണ്ടി അവരുടെ വഴക്കൊക്കെ മാറ്റണമെന്ന് നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അനീഷ് അനുമോളോട് പറയുന്നത്. ഇനിയൊക്കെ 10 ദിവസമൊക്കെ ഉള്ളൂ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെ വെറുതെ വഴക്കിട്ട് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം. ഇൻറ്റൻഷൻ നല്ലതായിരിക്കാം. പക്ഷേ അനുമോളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ പോലെ അഭിനയിച്ച് നിൽക്കാൻ അറിയില്ല, എൻ്റെ മനസ്സിലോട്ട് എടുത്തവരാണ് ഞാൻ അവരെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം അവർ ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞപ്പോൾ എനിക്കതും പെട്ടെന്ന് മറന്ന് അവരോട് ചിരിച്ച് കളിച്ച് അഭിനയിച്ച് നിൽക്കാൻ എനിക്കറിയില്ലെന്ന്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇവരുടെ നാവിൽ നിന്നും അത്രമാത്രം ചീത്തയും വഴക്കും മോശപ്പെടലും എന്തൊക്കെ കേട്ടു. ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അതെല്ലാം മറന്ന് വീണ്ടും അഭിനയിച്ച് തുടങ്ങാൻ. ഇത് സീരിയലിലല്ലല്ലോ അനുമോൾ അഭിനയിക്കുന്നത്. അത് തന്നെയാണ് അനുമോൾ അനീഷിനോട് പറഞ്ഞിരിക്കുന്നത്, ചേട്ടാ എനിക്കത് പറ്റില്ല എന്ന്. അപ്പോൾ അനീഷിൻ്റെ അനുഭവം പറയുന്നുണ്ട്. ഷാനവാസായിട്ടുള്ള റിലേഷൻ, അവർ നല്ല സുഹൃത്തുക്കളാണ്, പക്ഷേ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോയി മിണ്ടി ആ വഴക്കെല്ലാം മാറ്റിയിട്ടുണ്ടെന്ന്. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ചേട്ടാ നിങ്ങളെന്താ എപ്പോഴും വഴക്കിടും, കൂട്ടുകൂടും, എന്നിട്ട് ലാലേട്ടൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും? എന്താ അങ്ങനെ? എനിക്ക് അങ്ങനെ തോന്നാറില്ല അങ്ങനെ ഇട്ട് കൊടുക്കാനൊക്കെ. അപ്പോൾ അനീഷ് പറയുന്നത്, ഞാൻ ഇട്ട് കൊടുക്കുന്നതല്ല, അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മനസ്സിലുള്ളതല്ലേ, അത് പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ അത്ര ഒരു ടോക്ക് നടക്കുകയാണ്. ഗെയിം ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഷാനവാസിന് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് അനീഷിനോടെന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അനീഷ് അതെല്ലാം മറന്ന് തിരിച്ചു പോയതായിരിക്കാം. എല്ലാവർക്കും അതുപോലെ പറ്റണം എന്നില്ലല്ലോ. ഇപ്പോൾ ഇതാ അല്പസമയം മുമ്പ് അനുമോൾ അത് അനീഷിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ്: ചേട്ടാ പെട്ടെന്ന് എല്ലാം മറന്ന് എനിക്ക് വീണ്ടും പഴയ ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല, മനസ്സുകൊണ്ട് സമ്മതിക്കുന്നില്ല, അവരെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെയെന്ന്. ഇതേ സമയം തന്നെ ആദിലും നൂറയും അനുമോളെ പ്രാഗിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ തന്നെ നൂറ ഡ്രസ്സ് തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്താ പട്ടികളാണെന്നാണോ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനുമോളെ പ്രാഗിക്കൊണ്ടാണ് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദിലയും ആണെങ്കിൽ അച്ചിങ്ങ എന്തോ മുറിക്കുന്ന സമയത്ത് സാബുമാൻ്റെ അടുത്ത് അനുമോളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അനുമോള് അനീഷിൻ്റെ അടുത്ത് പറയുന്നത് ഇത് മൂന്നും ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എനിക്ക് തോന്നുന്നു കൺഫെഷൻ റൂമിൽ ആദിലിനെ നൂറിനെ വിളിച്ചുകൊണ്ടിട്ട് എന്ത് വേണമെങ്കിലും ബിഗ് ബോസ് പറഞ്ഞോട്ടെ, അത് നമ്മൾ കാണിച്ചിട്ടില്ല. അത് പോയി വന്നതിന് ശേഷം ആദിലും നൂറയും പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് എൻ്റെ തലയിൽ സ്ട്രൈക്ക് ആയിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് കുറച്ച് റിലീഫ് ആയതല്ലേ ബേബി, സന്തോഷമായല്ലേ ബേബി എന്ന് ഈ ബേബിമാർ രണ്ടാളും കൂടി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ആ സമയത്ത് പിന്നീട് അപ്പം തന്നെ അവർ രണ്ടാളും കൂടി ഇങ്ങനെ കണ്ണടച്ചിട്ട് വേണ്ട ഈ ടോക്ക് ഇപ്പം നിർത്താം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ലൈവിൽ കണ്ടായിരുന്നു. അതുപോലെ സാബുമാൻ പറയുന്നുണ്ട്, എത്ര നേരം ആദിലയും നൂറയും കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ലല്ലോ, എന്താ അവർക്ക് ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ബിഗ് ബോസിനെ അവർ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് പ്രേക്ഷകരെ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ 2 പോർഷനും കൂടിയും കട്ട് ചെയ്യണം. എന്തായാലും അത്രയും കട്ട് ചെയ്തു. അപ്പോൾ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഈ ഒരു ഡൗട്ട് വരില്ലായിരുന്നു. അതിനുശേഷമാണ് ആദിലേക്ക് നൂറയ്ക്ക് ഈ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അനുമോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് കരയുന്നു, വിഷമിക്കുന്നു. അനീഷ് ആണെങ്കിലും ഒന്നും അറിഞ്ഞിട്ടില്ല. അനീഷ് അനുമോളോട് പറയുന്നു 89 ദിവസം ഉണ്ടായ ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്ന്. എന്നിട്ട് പക്ഷേ അതിലെ നൂറയാണെങ്കിൽ കിട്ടുന്ന സമയത്തൊക്കെ അനുമോളെ കരിവാരി തീക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ഡിസ്കഷൻസ് അവിടെ നടന്നിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്രയും നാൾ കുഴപ്പമില്ലാതിരുന്ന കുട്ടികൾ ഇപ്പോൾ ഇത്തരത്തിലേക്ക് കളി മാറ്റി പിടിക്കുന്നത്. അതൊരു പക്ഷേ ബിഗ് ബോസ് പല രീതിയിലുള്ള കളി കളിക്കും. അത് അതിലേക്കും നൂറയ്ക്കും തന്നെയാണ് അതൊരു വിനയായി വരാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഈ കുട്ടികൾ അതെങ്കിലും മനസ്സിലാക്കി കളിക്കട്ടെ. ബിഗ് ബോസ് പലതരത്തിലുള്ള സ്ട്രാറ്റജീസും ഇട്ട് തരും. അത് ഏതെടുക്കണം എടുക്കണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. രാവിലെ അനീഷും അനുമോളും തമ്മിലുള്ള കോൺവെർസേഷനും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും മറ്റുള്ളവരോട് സംസാരിക്കുന്നതും ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ എന്തൊക്കെയൊരു കളി നടക്കുന്നുണ്ട്, ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.